കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറപ്പെടുവിക്കുന്ന 38 തസ്തികകളിലേക്കുള്ള 439 ഒഴിവുകൾ അടങ്ങിയ 38 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഉടൻ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തയാഴ്ച തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ഉടൻ തന്നെ അതിന്റെ പരീക്ഷകളും കാര്യങ്ങളെല്ലാം തന്നെ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വിപുലീകരിക്കുന്നത് സംബന്ധിച്ച് പുതിയ വെബ്സൈറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള താമസങ്ങളാണ് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ താമസിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ പുതിയ വെബ്സൈറ്റിന്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ തന്നെ മുമ്പോട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പമായ രീതിയിൽ, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി വെബ്സൈറ്റ് വഴി കിട്ടുന്ന എല്ലാ സേവനങ്ങളും ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിലുള്ള വെബ്സൈറ്റ് വഴിയും ലഭിക്കാവുന്ന രീതിയിൽ ആ ഒരു പി എസ് സിയുടെ വെബ്സൈറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ രൂപീകരണ സംബന്ധമായുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ 439 ഒഴിവുകളാണ് മൊത്തത്തിലുള്ള 38 തസ്തികകളിലായിട്ട്. അപ്പോൾ LD ക്ലർക്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തസ്തികകളാണ് എന്ന് നമുക്ക് നോക്കാം. അത് റൂം ബോയ് 118 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ 115 ഒഴിവുകളാണുള്ളത്. വാച്ച്മാൻ 31 ഒഴിവാണുള്ളത്. കൗബോയ് 30 ഒഴിവുകളാണുള്ളത്. അസിസ്റ്റന്റ് ലൈൻമാൻ 16 ഒഴിവാണുള്ളത്. LD ക്ലർക്കിൻ്റെത് 23 ഒഴിവാണുള്ളത്. ഹെൽപ്പർ 14 ഒഴിവാണുള്ളത്. ശാന്തി 12 ഒഴിവാണുള്ളത്. വർക്ക് സൂപ്രണ്ടന്റ് 10 ഒഴിവാണുള്ളത്. അതുപോലെ തന്നെ പ്ലംബർ 6 ഒഴിവ്. വിളക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് 8 ഒഴിവാണുള്ളത്. അപ്പോൾ അങ്ങനെ ആണ് 439 ഒഴിവുകൾ 38 തസ്തികകളാണ് വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് LD ക്ലർക്കും ഉണ്ട്. പ്രായപരിധിയെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കുന്നുണ്ടായി, സാറേ അതിന്റെ പ്രായപരിധി വ്യത്യാസപ്പെടുത്തുമോ, ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുതാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അക്കാഡമി വഴി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനങ്ങൾ വരുന്ന സമയത്ത് ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുത്തണമെന്നും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്കൊക്കെയുള്ള വിജ്ഞാപനങ്ങൾക്ക് ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് 18 to 40 ആണ്. അപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയും അതും ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ആയതിനാൽ തന്നെ അതുകൊണ്ട് തന്നെ അവിടെയും വിജ്ഞാപനത്തിന് ഏജ് ലിമിറ്റ് 18 to 40 ആക്കണമെന്നും പറഞ്ഞ് ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങൾ സമർപ്പിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റം വരാൻ സാധ്യതകൾ ഏറെയാണ്. ഈ ഒരു വിജ്ഞാപനത്തിൽ ഏജ് ലിമിറ്റ് 18 to 40 ആക്കുകയാണെങ്കിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഏജ് ലിമിറ്റിൽ വ്യത്യാസങ്ങൾ വരികയുള്ളൂ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഉടൻ തന്നെ തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങളൊക്കെ തന്നെ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റിൽ ഒരു വ്യത്യാസങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യത ഏറെയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗാർത്ഥികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഏജ് ലിമിറ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയുള്ള സഹകരണ ബാങ്കിലേക്കുള്ള വിജ്ഞാപനങ്ങളിൽ 18 to 40 ഏജ് ലിമിറ്റ് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചൂണ്ടിക്കാണിക്കൽ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലും ഇങ്ങനൊരു ഏജ് ലിമിറ്റ് ഒരു വ്യത്യാസം വരുത്താമെന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയോട് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വളരെ ഗുണകരമായ രീതിയിലും ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ലിമിറ്റ് വ്യത്യാസം വന്നിട്ടുള്ള ഏജ് ഓവർ ആയിട്ടുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അത് പ്രയോജനപ്രദമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ ഉദ്യോഗാർത്ഥികൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 38 തസ്തികകളിലേക്കുള്ള 439 ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ അടുത്തയാഴ്ച അല്ലെങ്കിൽ അതിന്റെ അടുത്തയാഴ്ചയായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാനും പരീക്ഷ എഴുതാനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.